വിപണിയിലെ സ്വർണ്ണ പ്രവചനങ്ങളെല്ലാം മാറി പറയുന്നു. സ്വർണം വീണ്ടും കുതിച്ചുയരുമോ അതോ ഇനിയും വില കുറയുമോ എന്ന ചർച്ചയാണിപ്പോൾ വിപണിയിൽ സജീവമായിരിക്കുന്നത്. എന്നാൽ സ്വർണ്ണവിലയുടെ പഴയ ചരിത്രം പരിശോധിച്ചാൽ നിലവിലെ സാഹചര്യം അത്ര അസാധാരണമല്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുതിച്ചുകൊണ്ടിരുന്ന സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ കിടക്കുകയാണ്. ഈ വർഷം ജനുവരി 29 ഔൺസിന് $5594.82 വരെ ഉയർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയ സ്വർണമാണ് ഇപ്പോൾ $4500 താഴേക്ക് പോയിരിക്കുന്നത്. സ്വർണം വില വീണ്ടും കുതിച്ചുയരുമോ അതോ ഇനിയും വില കുറയുമോ എന്ന ചർച്ചയാണ് ഇപ്പോൾ വിപണിയിൽ സജീവമാകുന്നത്. എന്നാൽ സ്വർണ്ണവിലയുടെ പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നിലവിലെ സാഹചര്യം അത്ര സാധാരണമല്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സ്വർണ്ണവിലയിൽ ശക്തമായ ഉയർച്ചയ്ക്ക് പിന്നാലെ തിരുത്തൽ ഉണ്ടാകുന്നത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ വിലയിടിവുകളും ഉയർച്ചകളും ഒക്കെ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്ന് തന്നെയാണ് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. 2008 മുതൽ 2011 വരെയുള്ള കാലയളവിൽ സ്വർണ്ണവില ഏകദേശം 170% ഉയരുകയാണ് ചെയ്തത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് വൻതോതിൽ പണം ഒഴുകിയതായിരുന്നു അന്നത്തെ ഒരു കുതിപ്പിന് കാരണമായത്. എന്നാൽ അതിനു പിന്നാലെ വിലയിൽ വലിയ ഇടിവും രേഖപ്പെടുത്തിയിരുന്നു. 2018 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലും സമാന സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഈ കാലയളവിൽ സ്വർണ്ണവില 74%-ഓളമാണ് ഉയർന്നത്. പിന്നീട് വിപണി വീണ്ടും തിരുത്തലിന് വിധേയമായി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇടിവിനെ പലരും സ്വാഭാവിക വിപണി ചലനമായാണ് കാണുന്നത്. ഈ വർഷം സ്വർണം റെക്കോർഡ് തിരുത്തിയതിന് പിന്നിൽ നിരവധി കാരണങ്ങളായിരുന്നു ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ വിവിധ കേന്ദ്ര ബാങ്കുകൾ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിച്ചതാണ്. ഡോളറിലുള്ള ആശ്രയത്വം കുറയ്ക്കാനും വിദേശ നാണയ ശേഖരം കൂടുതൽ സുരക്ഷിതമാക്കാനുമായി നിരവധി രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇതിനൊപ്പം ഇന്ത്യയിലും ചൈനയിലും സ്വർണത്തിനുള്ള ആവശ്യകതയും ശക്തമായി തന്നെ ഉയർന്നിരുന്നു. ആഭരണ ആവശ്യത്തിനൊപ്പം നിക്ഷേപം എന്ന നിലയിലും ആളുകൾ സ്വർണം വാങ്ങി തുടങ്ങി. എന്തായാലും ഇറാൻ-ഇസ്രായേൽ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴുള്ള സ്വർണത്തിന് തിരിച്ചടിക്ക് കാരണം. പ്രതിസന്ധി അവസാനിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും സ്വർണ്ണവില ഇപ്പോൾ പ്രവചനാതീതമായാണ് മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.